ഞങ്ങൾ അലൂടാട് സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട പിതാവേ സ്വർഗ്ഗരാജ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി സ്തോത്രമെന്നു തുടിക്കുന്നു, വാഴ്ത്തുന്നു, മഹിമപ്പെടുത്തുന്നു. കഴിഞ്ഞ 27 വർഷമായിട്ട് കാഞ്ഞിരകുളത്ത് കാരുണ്യ നഗറിൽ നടത്തപ്പെടുന്ന ദൈവിക ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവാലയങ്ങൾക്കായി ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. സാന്നിധ്യം കൊണ്ടും സഹകരണം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഈ ശുശ്രൂഷ പങ്കാളിയിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കളിയെ 2-3 പേർ അവിടുത്തെ പൊന്നുനാമത്തിൽ എവിടെ കൂടുന്നോ അവിടെ മട്ടിയെ ഞാനുണ്ട് എന്ന് വാക്ക് പറഞ്ഞപ്പ ഇതുപോലെ കാലം യേശു ക്രിസ്തുവിൻ്റെ ഒരിട്ട കോട്ടകളിൽ ഒരിട്ട പരുക്കളിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ട വിശ്വാസികളെയും ദൈവനാമത്തിൽ അടിയൻ സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഓരോ മക്കളും അവിടുത്തെ ക്രൂശിന് ചുവട്ടിലായിരിക്കുമ്പോൾ വചനം കർത്താവിൻ്റെ വക, കേൾവിക്കാർ കർത്താവിൻ്റെ വക, അടിയൻ കർത്താവിൻ്റെ വക. അടിയൻ്റെ വായിലെ വാക്കുകൾ പ്രിയപ്പെട്ട മക്കളുടെ ഹൃദയത്തിലെ ധ്യാനം യഹോവയ്ക്ക് പ്രസാദമായിരിക്കട്ടെ. ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ബൈബിൾ പറയുന്നു 2-3 പേർ അവിടുത്തെ പുണ്യനാമത്തിൽ എവിടെ കൂടുന്നോ അവിടെ മട്ടിയെ ഞാനുണ്ട്. നമ്മുടെ ആരാധനാലയം സ്ഥാപനമാകുന്നതിന് മുമ്പാകട്ടെ ദൈവിക നിയമപ്രകാരം പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ റൂമിനകത്ത് വെച്ച് പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്തപ്പോൾ 3 പേരുണ്ടായിരുന്നു. 3 പേർ, പുറത്തുള്ള ഒരാൾ, ഞങ്ങൾ 2 പേര്. മൊത്തമായിട്ട് 5 അപ്പവും 2 പേരും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ദൈവം ഇന്ന് കാണുന്ന അളവിൽ ഈ കാരുണ്യ നഗറിനെ അനുഗ്രഹിച്ചോടൊപ്പം ദൈവാലയങ്ങളെയും നാം ഓരോരുത്തരെയും ഒരു കുടുംബക്കാരെയും ദൈവം അനുഗ്രഹിച്ചു വാഴ്ത്തി. ഇന്ന് ചിന്തക്കായി തിരഞ്ഞെടുത്ത വീഴഭാഗം ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം എൻ്റെ 1 തൊട്ട് 14 വരെ നിങ്ങൾ വായിച്ച് പഠിക്കണം. നിങ്ങൾ ഓരോ പ്രിയപ്പെട്ട മക്കളും വചനവണ്ണം മായമില്ലാത്ത പാൽ ഭക്ഷിക്കണം. ക്രിസ്തുവിൻ്റെ തലയോളം നിങ്ങൾ വളരണം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിരിക്കുന്ന ദൈവത്തിൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കണം. സങ്കീർത്തനക്കാരൻ ദാവീദ് 121-ാം സങ്കീർത്തനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെ ഭൂമുണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വീഴുവാൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങയില്ല, ഉറങ്ങയില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്ത് ഭാഗത്തെ തണൽ. അപ്പോൾ ദൈവം നമ്മുടെ പരിപാലകനാണ്. എന്നെന്നും ഇന്നലെയും ഇന്നും അനിതനായി വട്ടമായിട്ട് വലത്ത് ഭാഗത്ത് തണലായിട്ട് യേശുപ്പ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മായിരിക്കുന്ന എല്ലാ ഭാഗത്തും യേശുപ്പയുടെ ദൃഷ്ടി നമ്മുടെ പൈസ നമുക്ക് ആലോചന പറഞ്ഞതോടൊപ്പം നാം നടക്കേണ്ടുന്ന വഴിയും യേശുപ്പ ഉപദേശിച്ച് കാണിച്ചു തരും. ഇന്ന് പൽക്കാലം നമ്മായിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ചൂട്ടിലാണ്. യേശുപ്പ ലോകത്തോട് ആഹ്വാനം നൽകിയത്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, എനിക്കും നിങ്ങൾക്കും പ്രശംസിപ്പാൻ ക്രൂശല്ലാതെ കട്ടതല്ലാതെ മറ്റൊന്നുമില്ല. കല്ലിൽ പറയാം, കട്ടത
ക്രൂശിന്റെ അടയാളമാണ്, ചിഹ്നമാണ് കട്ടത, കട്ടത, കട്ടത. യേശുപ്പയ്ക്ക് ലോകം കൊടുത്ത സമ്മാനം ആ ക്രൂശാണ്. പൗലോസ് അപ്പോസ്തലൻ വ്യത്യസ്തമായിട്ട് ബൈബിളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്, എനിക്കും നിനക്കും പ്രശംസിപ്പാൻ ക്രൂശല്ലാതെ മറ്റൊന്നും ഇല്ല. യേശുപ്പ ഈ ഭൂമിയിലായിരുന്നപ്പോൾ 3 വർഷക്കാലം പരസ്യ ശുശ്രൂഷ നിയമപ്രകാരം ചെയ്യുകയുണ്ടായി. 3 വർഷക്കാലം 30 വർഷയുടെ പപ്പയോടും അമ്മയോടായിരുന്നു. മരപ്പണി ജോലിയായിരുന്നു. അപ്പയ്ക്ക് തച്ച് വേലയായിരുന്നു. വർഷമായിട്ട് 30ാമത്തെ വയസ്സിലാണ് ദൈവഹിതപ്രകാരം ഈ മരുഭൂമി യാത്രയിലെ ഡൂഡ്വാഹിയായിട്ട് ഇറങ്ങിയത്. അപ്പ പറഞ്ഞത്, നിങ്ങൾ മാനസാന്തരപ്പെടണം, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. മാനസാന്തര പ്രസംഗം മാത്രമല്ല, ലോകത്തിൻ്റെ മാനവരാശിയെ പാപത്തിൽ നിന്ന് മാനസാന്തരത്തിലേക്കും ശാപത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്കും ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും നിത്യ ശിക്ഷാവിധിയിൽ നിന്ന് മോക്ഷപ്രാപ്തിയിലേക്കും ദൈവം നമ്മെ ആനയിക്കുണ്ടായി ക്രിസ്തുവിലേക്ക്. വാസ്തവമായിട്ട് യേശുപ്പ പറഞ്ഞത് തൻ്റെ ക്രൂശ് മരണത്തിലൂടെ, തൻ്റെ ജീവിതാനുഭവത്തിലൂടെ, തൻ്റെ പരസ്യ ശുശ്രൂഷയിലൂടെ ലോകത്തിൻ്റെ മാനവരാശിയോട് പറഞ്ഞത്, എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിക്കുന്നവൻ തന്നെത്താൻ ക്രൂശെടുത്ത് എൻ്റെ പിന്നാലെ വരിക. എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിക്കുന്നവൻ കട്ടതാകുന്ന ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക. കഷ്ടതയിലും പാടുവാൻ, നഷ്ടമാടിൽ കൊണ്ടാടുവാൻ, ശക്തിയരുൾനാഥനെ ഭക്തിയിൽ പൂർണ്ണനാകുകേ. ശക്തിയരുൾനാഥനെ ഭക്തിയിൽ പൂർണ്ണനാകുകേ. ഉറപ്പിന്റെ നാഥ നിനക്കയെന്നെ ശുദ്ധാത്മാ ക്രിസ്തന്മാർത്തോടാലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തന്മാർത്തോടാലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. പ്രാർത്ഥനയാ എപ്പോഴും ഞാൻ ധ്യാനിച്ചു പോരാടുവാൻ, നിന്റെ സഹായം നൽകുക. ഇന്ന് വൽക്കാലം നാം ഒരുക്കുന്നത് ക്രൂശിന്റെ ഷൂട്ടിലാണ്. വർഷമായിട്ട് ഉൾപ്പെട്ട് 22 അതിൻ്റെ 14-ാം വാക്യം, അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഈരെ എന്ന് പേരിട്ടു. വർഷമായിട്ട് ദൈവം കരുതിക്കൊള്ളും. കരങ്ങളെ തട്ടാം. ദൈവം കരുതിക്കൊള്ളും. ദൈവത്തിൻ്റെ പരിപാലനത്തെ കുറിച്ചാണ് ഈ 10
വ്യത്യസ്തമായിട്ട് മുന്നോട്ട് പോകാൻ അവരെ പഠിപ്പിക്കുന്നത്. വാർദ്ധക്യത്തിൽ ലഭിച്ച അരുമ സന്താനത്തിനെ യാഗം കഴിപ്പാനായിട്ട് യഹോവയുടെ കൽപ്പന ഒരുങ്ങുണ്ടായി അബ്രഹാമിനോട്. അബ്രഹാം ദൈവത്തിൻ്റെ കൂട്ടുകാരനായിരുന്നു, സ്നേഹിതനായിരുന്നു, ദൈവത്തോടൊപ്പം ചേർന്ന് നടന്ന ഒരു മകനായിരുന്നു അബ്രഹാം. വിറകുണ്ട്, കത്തിയുണ്ട്, തീയുണ്ട്. അപ്പ യാഗത്തിനുള്ള ആട്ടിൻകുട്ടി ഇവിടെ നിന്ന് തൻ്റെ പ്രിയപ്പെട്ട മകൻ അബ്രഹാമിനോട് ചോദിക്കുകയാണ്. വിശ്വാസിയുടെ പിതാവായിട്ടുള്ള അബ്രഹാം പറയുന്നത്, മകനെ, ദൈവം കരുതിക്കൊള്ളും. യഹോവ ഈരെ. കരുണ ഒരു ദൈവം, കാക്കുന്ന ഒരു ദൈവം, പരിപാലിക്കുന്ന ഒരു ദൈവം, സംരക്ഷിക്കുന്ന ഒരു ദൈവം വട്ടമായിട്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അടുത്ത സമയത്ത് നിറവേറ്റി തന്നുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം. വർഷമായിട്ട് അപ്പൻ മകനോട്, വിശ്വാസിയുടെ പിതാവായിട്ടുള്ള അബ്രഹാം വാർദ്ധക്യത്തിലാണ് അരുമ സന്താനത്തെ ദൈവം ദാനം ചെയ്തത്. വർഷമായിട്ട് 90-ാം വയസ്സിലും 100-ാം വയസ്സിലുമാണ് അബ്രഹാം സാറ അപ്പനായിട്ട് അമ്മയായിട്ട് മാറിയത്. നാം ഇതിനെക്കുറിച്ച് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ യഹോവ ഈരെ നമ്മുടെ ആവശ്യങ്ങൾ എല്ലാം ദൈവം കരുതിക്കൊള്ളുമെന്ന്, എല്ലാം നിറവേറ്റി തരുമെന്ന്, എല്ലാം നിവർത്തിച്ച് തരുമെന്ന് എൻ്റെ യേശപ്പ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായി നമ്മുടെ മട്ടിയെ കൂടെ ഉണ്ട്. ആരാധിക്കുമ്പോൾ രോഗം മാറും, ആരാധിക്കുമ്പോൾ ക്ഷീണം മാറും, ആരാധിക്കുമ്പോൾ ബന്ധനൊഴിയും, പൈശാചിന്റെ അശുദ്ധാന്മാരുടെ കോട്ട തകരും, രോഗക്കെട്ടുകൾ മാറും, ശാപക്കെട്ടുകൾ മാറും, ബന്ധനങ്ങൾ അഴിയും. എന്നിട്ട് പ്രതിസന്ധികള്, വെല്ലുവിളി, ഭാരങ്ങള് നിങ്ങളെ തോളിലേറ്റ് ചുമന്ന് കരഞ്ഞ് നെടുറപ്പിട്ടോട് തിരിയാടെ വട്ടമായിട്ട് ഏച്ചു പറഞ്ഞു. സങ്കീർത്തനം 55:22, നിന്റെ ഭാരം എൻ്റെ മേൽ ഇട്ടുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്തും. സഹോദര സൗരി മാടപ്പിടാവേ, ലോകരക്ഷകൻ എൻ്റെ പൽക്കാലം ബൈബിൾ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്, നിന്റെ ഭാരം എൻ്റെ മേൽ ഇട്ടുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്തും. സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുന്നത്, സങ്കീർത്തനം 55:16, 17, 18, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ഓടിപ്പിച്ച് കരയും, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. ഇതുപോൽക്കാലം കരയുന്ന മക്കളായി, പ്രാർത്ഥിക്കുന്ന മക്കളായി, ഉപേക്ഷിക്കുന്ന മക്കളായി ദൈവമായിട്ട് ഏറ്റവും അടുത്ത് ചേർന്നിരിക്കുന്ന മക്കളായി ദൈവത്തിൻ്റെ വർഷമെന്നാൽ നിങ്ങളെ ഓരോ പ്രിയപ്പെട്ടവരും അതിനായിട്ട് ഒരുക്കട്ടെ. ദൈവം നിങ്ങളെ പ്രാപ്തരാക്കി മാറ്റട്ടെ. യാതൊരു മുന്നറിയിപ്പില്ലാതെയാണ് അറിയിപ്പ് വരുന്നത്. മോറിയ ഡെസിറ്റ് പോയി മകനെ യാഗം കഴിപ്പാൻ. 3 ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് ലക്ഷ്യസ്ഥാനത്ത് തക്ക സ്ഥലത്ത് എത്തേണ്ടിടത്ത് അപ്പനും മോനും മറ്റ് പ്രിയപ്പെട്ടവരും എത്തിയത്. കരങ്ങളെ തട്ടാം. വൈകിട്ടലക്കുള്ള വെച്ച അപ്പനോട് മകൻ ചോദിക്കുകയാണ്, അപ്പ
വിറകുണ്ട്, തീയുണ്ട്, കട്ടിയുണ്ട്. യാഗവട്ടിയുടെ യാഗത്തിനുള്ള ആട്ടിൻ കുട്ടി എവിടെ? അബ്രഹാം മോനോട് പറയാണ്, യഹോവ ഈരെ, ദൈവം മകനെ ദൈവം കരുതിക്കൊള്ളും. നിന്റെ ഭാവി, ഭർത്താവിൻ്റെ ഭാവി, മോളുടെ ഭാവി, മോൻ്റെ ഭാവി, മക്കളുടെ ഭാവി, മരുമക്കളുടെ ഭാവി, കുഞ്ഞുമക്കളുടെ ഭാവി വട്ടമായിട്ട് യഹോവ ഈരെ ഇന്നലെയും ഇന്നും അനന്യനായിട്ട് നമ്മെ കരുതിയ ഇവിടങ്ങളെ ഓർക്കാം, വന്ന വഴികളെ ഓർക്കാം, പ്രാപിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർക്കാം. ബൈബിൾ പറയുന്നു, നിന്റെ വഴിയല്ല എൻ്റെ വഴി, നിന്റെ വിചാരമല്ല എൻ്റെ വിചാരം. ഫിലിപ്പിയ 4:6-7 പഠിപ്പിക്കുന്നു. ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ ആലോചന, യഹോവ ഈരെ, ദൈവം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കരുതിക്കൊള്ളും, നിറവേറ്റി തരും. ഉറപ്പ്, ഉറപ്പ്, ഉറപ്പ്. ഉണ്ണിനെ കുറിച്ചിനെയോ എനിക്കാകുല ചിന്തയില്ല, ഉണ്ണിനെ കുറിച്ചിനെയോ എനിക്കാകുല ചിന്തയില്ല. ജീവവന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു, ജീവവന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. സിയോൻ യാത്രയത് മനമേ ഭയമൊന്നും വേണ്ടിയോ, സിയോൻ യാത്രയത് മനമേ ഭയമൊന്നും വേണ്ടിയോ. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും മോശനായി തോന്നിയാലോ, ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി വാഴിടുന്നു. ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി വാഴിടുന്നു. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയോ. ഒരു വിശ്വാസ സമ്പന്നമായിട്ട് എപ്പോഴും അലട്ടുന്നൊരു കാര്യം ഭയം, ഭയം, ഭയം. വർഷമായിട്ട് ഒന്നിനെ കുറിച്ചും നിങ്ങൾ ഭയപ്പെടല്ല, നിരാശപ്പെടല്ല, അലരപ്പെട്ടു പോലെ ടെൻഷൻ എടുക്കല്ല, കരയരുത്, വ്യാകുല ചിന്ത ഉണ്ടാകാൻ പാടില്ല. പിന്നെയോ ആത്മത്തെ കുറിച്ച് ഒരുങ്ങരുത്, എങ്ങോട്ട് പോകാൻ ചിന്തിക്കല്ല. ജീവിതം മടിപ്പായി മുഷിപ്പായിട്ടോണ്ട് പോകും. വചനമെന്ന മായമില്ലാത്ത പാൽ ഈ സത്യ വീടൊട്ടും തുറന്ന് വിട്ടു സ്പഷ്ടമായിട്ട് നിങ്ങൾ വായിച്ച് പഠിക്കണം. ഈ വചനം കാണുന്ന ദീപമാണ്, പാടയ്ക്ക് പ്രകാശമാണ്, ഇരുവട്ടുള്ള വാളാണ്, ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, പാറയപ്പെട്ടിയ ചുറ്റിയാണ്, ഇവിടെ സർവ്വരേട്ടനും ഔഷധമാണ്. ഈ ബൈബിൾ ദൈവത്തിൻ്റെ ഔഷധ കുപ്പിയാണ്. വട്ടമായിട്ട് ഈ ബൈബിൾ ദൈവത്തിൻ്റെ ഔഷധകുപ്പിയാണ്. പുറപ്പാട് 15:26 അടുപ്പിക്കുന്നത്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളെല്ലാം
യഹോവ ഈരെ, മകനെ മകളെ ദൈവം കരുതിക്കൊള്ളും. കരുതുന്നവൻ യേശുവല്ലയോ, കലങ്ങുന്നാടും നീ. കരുതുന്നവൻ യേശുവല്ലയോ, കലങ്ങുന്നതെന്തിനു നീ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ഓ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറന്നിടുമോ. എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറന്നിടുമോ. എന്റെ കരത്തിൽ നിന്നെ വഹിച്ചു എന്നും നടത്തിയിടും കരയിൽ. എന്റെ കരത്തിൽ നിന്നെ വഹിച്ചു എന്നും നടത്തിയിടും കരയിൽ. അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ. അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ. ചെങ്കടലിലും വഴിയുണർത്താൻ ഞാനിന്നും ശക്തനല്ലയോ. ചെങ്കടലിലും വഴിയുണർത്താൻ യേശുവിന്നും ശക്തനല്ലയോ. ഇന്ന് വൽക്കാലം ഉണ്ണമനായിട്ട് നിങ്ങൾ അറിയിച്ചത് ഉൽപ്പത്തി 22 അധ്യായത്തിലൂടെ അബ്രഹാം മോനുമായിട്ടുള്ള അഭിമുഖ സംഭാഷണം. പള്ളിയിൽ പറയാം. അപ്പോൾ അപ്പനോട് മോൻ ചോദിക്കുകയാണ്, യാഗത്തിന് നാം പോവുകയാണ്, മുറിയാടേറ്റിട്ട് ഏപ്രിലാണ്, വിറകുണ്ട്, കട്ടിയുണ്ട്, തീയുണ്ട്, യാഗവിട്ട് ഇവിടെ, ആട്ടിൻകുട്ടി ഇവിടെ. പള്ളിയിൽ പറയാം. വചനം പഠിപ്പിക്കുന്നു, നിന്റെ ഭാരം എൻ്റെ മേലിട്ട് കൊടുക്കുക, ഞാൻ നിന്നെ പുലർത്തും. സങ്കീർത്തനം 55:22. യോഹന്നാൻ പാറപ്പിട്ടെടുപ്പിക്കുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കട്ടുടകലും നിങ്ങൾ തകരപ്പെടുവീൻ. സങ്കീർത്തനം 34:5. അവങ്കിലേക്ക് നോക്കുക, പ്രകാശരായി അവിടെ മുഖം ലജ്ജിപ്പാൻ ഇട വന്നില്ല. ഈ എളിവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കട്ടങ്ങണ്ണും അവന് വിടുവിച്ചു. ഈ എളിവൻ നാം ഓരോരുത്തർക്കും ഇന്ന് വൽക്കാലം അപ്പടെ അങ്ങോട്ടേക്ക് നോക്കി നിലവിളിക്കാം. അവിടെ കൽപ്പിച്ചു, അടങ്ങിരിക്കരുത്, ഉറക്കെ നിലവിളിക്കാം, ഉറക്കെ വിളിക്കാം. മർക്കോ 10:46 വായിക്കുമ്പോൾ, യെരൂശലേമിൽ നിന്ന് യെരിഹോവിൽ യേശു വന്നു, അവിടെ നിന്നു. വലിയൊരു പുരുഷാരെ കൂടെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പോകാൻ സമയപ്പോൾ വലിയൊരു നിലവിളി ഉയരുകയാണ്. ഒരു യാചകൻ, ഒരു കുരുടൻ, ഒരു അണ്ടൻ, ഒരു ഇരപ്പൻ, ദിന്മനാൽ അണ്ടൻ, ഒറ്റപ്പെട്ടവൻ, തള്ളപ്പെട്ടവൻ, വെറുക്കപ്പെട്ടവൻ, നിന്നാ പാത്രം, അനേകരെ കളിയാക്കി അവനെ പരിഹസിച്ചു, അവനെ ആക്ഷേപിച്ചു. ഒറ്റക്കണ്ണ പൊട്ടക്കണ്ണനൊക്കെ വിളിച്ച് പരിഹസിച്ചു. അവൻ വൈത്തലക്കലും ചന്ദ്രസ്ഥലത്തും ദൈവാലയത്തെ പരിസരത്തുമൊക്കെ ഇരുന്ന് ഭിക്ഷാടനം നടത്തി ജീവിതം നയിച്ചു വരവേ ഒരു നാളിൽ അവിടെ ആഗ്രഹം തോന്നി, എനിക്കെൻ്റെ യേശുവിനെ കാണണം, എനിക്കെൻ്റെ യേശുവിനെ കേൾക്കണം, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. യാചകൻ യേശു വരുന്ന വാർത്ത അറിഞ്ഞിട്ട് വൈകിട്ട് യാചകൻ ആ ഭാഗത്ത് വന്നിരിക്കുകയാണ്. യെശയ്യാവ് 40 എഴുതിയിട്ടുണ്ട്, യഹോവയെ കാത്തിരിക്കുന്ന മക്കൾ അവർ ശക്തി പുതുക്കും, അവർ ബലം പ്രാപിക്കും, അവർ കഴുകനെ പോലെ ചിറകടിച്ച് ഉയരും. ഒന്നാമതായിട്ട് യഹോവ ഈരെ, ദൈവം കരുതിക്കൊള്ളും. കരങ്ങളെ തട്ടാം.
ഫിലിപ്പിയർ 4:19 പഠിപ്പിക്കുന്നത്, എന്റെ ദൈവമോ നിങ്ങളുടെ വിട്ടുകൊണ്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. കരങ്ങളെ തട്ടാം. എൻ്റെ ദൈവമോ നിങ്ങളുടെ എന്നിട്ട് വിട്ടുമുട്ടുകളും ഘട്ടങ്ങളും ഭാര്യകളും കണ്ണീരും ദുഃഖവും മുറവിളിയും ഒക്കെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു വരും. സദൃശവാക്യം 22:4 യഹോവ ഭക്തിക്കും താഴ്മയ്ക്കുള്ള പ്രതിഫലം ധനം മാനം ജീവൻ. യഹോവ ഭക്തിക്കും താഴ്മയ്ക്കുള്ള പ്രതിഫലം ധനം മാനം ജീവൻ. എന്നെ നടത്തുന്ന ദൈവത്തിലല്ലാതെ ആശ്രയം എനിക്കില്ല. ആയർക്കാട്ടും ബന്ധുക്കൾ തള്ളുമ്പോൾ എന്നെ നടത്തും പ്രിയൻ, എന്നെ നടത്തും പ്രിയൻ. ദൈവം കരുതിക്കൊള്ളും. കരങ്ങളെ തട്ടാം, കരങ്ങളെ തട്ടാം. ദൈവം കരുതിക്കൊള്ളും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, മത്തായി 28 അധ്വാനിക്കുന്നവരും ഭാരച്ചുകൊണ്ട ഒരാളുവരെയും നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. 2 കൊരിന്ത്യർ 12:7-9 വായിക്കുമ്പോൾ പഠിക്കുകയും ധ്യാനിക്കുമ്പോൾ, വെളിപ്പാടുകളുടെ അടുക്കിട്ടാൽ ഞാൻ നിങ്ങൾ അടിയായി നെകളിച്ചു വരുപ്പനായിട്ട് ജഡത്തിൽ ഒരു മുള്ള്, വീട്ടിൽ ഒരു മുള്ള്, കുടുംബത്തിൽ ഒരു മുള്ള്, ദേശത്തിൽ ഒരു മുള്ള്, സഭയിൽ ഒരു മുള്ള്. ഒരുപക്ഷെ ഭാര്യ മുള്ളായി മാറാം, ഭർത്താവ് മുള്ളായി മാറിയാം, മക്കൾ മുള്ളായി മാറാം, മരുമക്കൾ മുള്ളായി മാറാം, അയൽവാസി മുള്ളായി മാറാം, ദേശം മുള്ളായി മാറാം, സ്നേഹിതർ മുള്ളായി മാറാം. നീ ഒറ്റപ്പെടുമ്പോൾ, നീ തള്ളപ്പെടുമ്പോൾ, നീ വെറുക്കപ്പെടുമ്പോൾ, അനാഥയായിട്ട് മാറുമ്പോൾ, വേദനിക്കുന്ന നാളിൽ, ദുഃഖിക്കുന്ന നാളിൽ വട്ടുമായിട്ട് യഹോവയെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം എൻ്റെ യേശുപ്പ നിറവേറ്റിത്തരും, നിറവേറ്റിത്തരും, നിറവേറ്റിത്തരും. മനുഷ്യൻ കെട്ടതയ്ക്കായി ഉയരങ്ങളിലേക്ക് തീപ്പരി പാറി പറക്കുന്ന പോലെ ജനിച്ചിരിക്കുന്നു ബൈബിൾ പറയുന്നു. ബൈബിൾ എന്നാൽ റോമർ 5:3 ഈ കട്ടത സഹസ്രയെയും സഹസ്ര സിദ്ധയെയും സിദ്ധ പ്രത്യാശകളാക്കും. അങ്ങനെയാണെങ്കിൽ കൃപമടിയേ സുനാടാ തവ കൃപമടി മന്നോ ബലഹീന വേളകൾ ബലം നൽകും കൃപമടിയേ ബലഹീന വേളകൾ ബലം നൽകും കൃപമടിയേ. കൃപയാൽ പുതുജീവൻ നൽകി, കൃപയാ എന്നെ സൗഖ്യമാക്കി, കൃപയാ പുതുജീവൻ നൽകി, കൃപയാ എന്നെ സൗഖ്യമാക്കി, കൃപയാ എന്നെ തിരഞ്ഞെടുത്തു, കൃപയാൽ ഇന്നും നടത്തിയിടുന്നു. താളത്തോടെ കിണ്ണത്തോടെ നൃത്തത്തോടെ പാട്ടോടെ തുണിയോടെ ആത്മാവിന്റെ ചൈതന്യത്തോടെ ആത്മാവിന്റെ ബുദ്ധിയോടെ പാടുക പാടുക. അരങ്ങടവരെ വേദനകൾ നിനയാത്ത നേരങ്ങൾ, നിനക്കാത്ത വേദനകൾ നിനയാത്ത നേരങ്ങൾ നീങ്ങിപ്പോകും തവ കൃപയാ. നിന്റെ കൃപയെന്ന അത്ഭുതമേ മധ്യവാനിൽ വന്നിടുമ്പോൾ, മഹാശബ്ദം കേട്ടിടുമ്പോൾ, മധ്യവാനിൽ വന്നിടുമ്പോൾ മഹാകൃപയാ വർഷമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്,
നിങ്ങള് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടല്ല. നിങ്ങളുടെ ആവശ്യങ്ങള് പ്രാർത്ഥനയാലും അപേക്ഷയാലും ടോപ്പട്ടോടെ ദൈവത്തെ അറിയിച്ചാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവ സമാധാനത്താൽ ദൈവം നിറവേറ്റി തരും. യഹോവയെ ദൈവം കരുതിക്കൊള്ളും. അതുകൊണ്ട് നിരാശപ്പെടല്ല, കരയല്ല, വേദനിക്കല്ല, ദുഃഖിക്കല്ല, ടെൻഷൻ അടിക്കല്ല, ഭയപ്പെടല്ല. എൻ്റെ 12-ാം വാക്യം പൗലോസ് പഠിപ്പിക്കുന്നത് താഴ്ചയിൽ ഇരിപ്പാനും ഞെരുക്കത്തിൽ ഇരിപ്പാനും വിട്ടുവിട്ട് അനുഭവിപ്പാനും വിശന്നിരിപ്പാനും ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു. വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മടിയായിരിക്കുന്നു. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യഹോവ ശമ്മാ കൂടെയിരിക്കും, നൽകുമവൻ ആവശ്യങ്ങൾ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. അങ്ങനെയാണെങ്കിൽ വർഷമായിട്ട് പ്രേക്ഷന്റെ ഘട്ടത്തിൽ നിങ്ങളാരും തളർന്നു പോവല്ലേ. നിങ്ങൾക്ക് ഒരു പ്രതിഫലം നിശ്ചയമായിട്ടുണ്ട്. നിങ്ങളുടെ ആശയ്ക്ക് ഭംഗം വരികയില്ല. വർഷമായിട്ട് വചനം പഠിപ്പിക്കുന്നത് യോഹന്നാൻ 16:20 നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും. വചനം പഠിപ്പിക്കുന്നത് 60:20 ദുഃഖകാലം തീർന്നു പോകും. വചനം പഠിപ്പിക്കുന്നത് മറ്റവന് 28 എൻ്റെ അവസാന വാക്യം ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കും. വചനം പഠിപ്പിക്കുന്നത് വാറ്റുമായിട്ട് 61:7 നിങ്ങളുടെ നാണത്തിന് പകരം ഇരട്ടി പ്രതിഫലം ദൈവം തരും. കൊള്ളിലറ ഇരട്ടിയായി ഇരട്ടിയായി ഇരട്ടിയായി. സഖറിയാവ് 9:12 വെച്ചിട്ടുണ്ട്. ദൈവം നിങ്ങൾക്ക് ഇരട്ടിയായി പകരം തരും. നിങ്ങളുടെ ജീവിതത്തിലെ നഷ്ടപ്പെട്ട സമാധാനം ഇരട്ടിയായി തരും. നഷ്ടപ്പെട്ട സന്തോഷം ഇരട്ടിയായി തരും. നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും. ദുഃഖകാലം തീർന്നു പോകും. ബൈബിൾ പറയുന്നു, ഞാൻ നിങ്ങളെ അനാഥരെ വിടില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും, ഞാൻ ജീവിക്കുന്നുണ്ട്, നിങ്ങൾ ജീവിക്കും, ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങളുടെ നാണത്തിന് പകരം ഇരട്ടി പ്രതിഫലം തരും. മത്തായി 1-ാം 22-ാം വാക്യം ദൈവം ഇമ്മാനുവേലായിട്ട് നമ്മോട് കൂടെ ഉണ്ട്. ഇമ്മാനുവേലായി നാം സഞ്ചരിക്കുന്ന പാടുകളിൽ ഒരു പപ്പിയായി അമ്മയായി ജ്യേഷ്ഠ സഹോദരനായും നമ്മോട് കൂടെ ഉണ്ട്. ആവർത്തനം 36:8 ദൈവം തന്നെ നിനക്കുമ്പായി പോരുന്നു, നിനക്കുമ്പായി നടക്കുന്നു, നിന്നോട് കൂടെ ഇരിക്കും. എത്ര അനുഗ്രഹിക്കപ്പെട്ട വചനം, ജീവന്റെ സന്ദേശമാണ് ഈ ബൈബിളിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. ഫിലിപ്പിയ 4:19 നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവം നിറവേറ്റി തരുന്നു. സങ്കീർത്തനം 18 നമുക്ക് നാം ആയിരിക്കുന്ന ഭാഗത്ത് എല്ലാ സംരക്ഷണവും ദൈവം നൽകുന്നു. വർത്തമായി ഉറപ്പായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ദൈവം നമുക്ക് എല്ലാ സംരക്ഷണവും നൽകുന്നു. നമ്മുടെ ആവശ്യങ്ങൾ എല്ലാം നിറവേറ്റി ദൈവം തരുന്നു. 91-ാം സങ്കീർത്തനം 10-ാം വാക്യം പഠിപ്പിക്കുന്നു, ഒരനർത്ഥം നിനക്ക് ഭവിക്കില്ല,
ഒരുപാട് നിന്റെ കൂടാരത്തെടുക്കില്ല. നിന്റെ എല്ലാ വഴിയിലും നിന്നെ കാക്കേണ്ടതിന് അവൻ ദൂതന്മാരോട് കൽപ്പിക്കും. സങ്കീർത്തനം 50 വരുന്നത് ദൈവത്തിന് തോപ്രയാഗം അർപ്പിക്കൂ. അതാണ് ഈ ആരാധന. ഈ ആരാധന സുഗന്ധ ബലിയായിട്ട് യേശപ്പ കേട്ടെടുക്കണം. അപ്പൊ പറയണം, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു, നിന്റെ കണ്ണീര് ഞാൻ കണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനം 55, 16, 18 ദാവീദ് പറയുന്നത്, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. പ്രാർത്ഥന അത്യന്ത ആവശ്യമാണ് നമുക്ക് ഓരോ പ്രിയപ്പെട്ട വിശ്വാസികൾക്ക്. ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ, സഞ്ചരിക്കണമെങ്കിൽ, യാത്ര ചെയ്യണമെങ്കിൽ, സമാധാനത്തെ അണ്ടിയുറങ്ങണമെങ്കിൽ, ഒരു വിശ്വാസ സമ്പന്നമായിട്ട് പ്രാർത്ഥന അത്യന്ത ആവശ്യമാണ്. തൽക്കാലം ഉറങ്ങുന്നവരായിട്ടല്ല, മയക്കം പിടിച്ചവരായിട്ടല്ല, കരയുന്നവരായിട്ടല്ല, വേദനിക്കുന്നവരായിട്ടല്ല, ദുഃഖിക്കുന്നവരായിട്ടല്ല. പിന്നെയോ പ്രാർത്ഥന തന്നെ ജീവൻ. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. സ്വർഗം തുറക്കുന്ന താക്കോൽ, അത്ഭുതങ്ങളുടെ താക്കോലാണ് പ്രാർത്ഥന. പ്രാർത്ഥന കരങ്ങളെ തട്ടാം. പ്രാർത്ഥന സ്വർഗം തുറക്കുന്ന അത്ഭുതങ്ങളുടെ താക്കോല പ്രാർത്ഥന. നാം നമ്മുടെ ആവശ്യങ്ങൾ അങ്ങോട്ട് പറയുമ്പോൾ, നാം കരയുമ്പോൾ, യേശു പറഞ്ഞു, കട്ടകാലത്തിൽ വിളിച്ചപേക്ഷിക്കൂ, ഞാൻ നിന്നെ വിടുവിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തും. മത്തായി 7:8 യാചിപ്പിനെന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിച്ചെന്നാൽ കണ്ടെത്തും, മുട്ടുവിനെന്നാൽ തുറക്കപ്പെടും. യാചിക്കുന്നേവനും കിട്ടും, അന്വേഷണം കണ്ടെത്തും, മുട്ടും തുറക്കപ്പെടും. അതുകൊണ്ടാണ് എബ്രായർ 11:1 വിശ്വാസം കൂടാതെ ദൈവഭാഗത്തുനിന്ന് ഒരു അനുഗ്രഹം പ്രാപിച്ചെടുക്കാൻ സാധ്യമല്ല. ഒരൊറ്റ അനുഗ്രഹം കിട്ടില്ല, ആർക്കും കിട്ടില്ല, ഒരിക്കലും കിട്ടില്ല. വർത്തമായിട്ട് എബ്രായർ 11:1 വിശ്വാസനോ ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യം നിശ്ചയം. 6-ാം വാക്യം, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസേവിപ്പാൻ ആർക്കും സാധ്യം അല്ല. അതുകൊണ്ടാണ് അബ്രഹാം മോനെ പറഞ്ഞത്, മോനെ ഈ സ്ഥലത്തിന് പേട്ടുകൾ യഹോവ ഈരേ. ആ ഭാഗത്ത് ദൈവം കരുതുമെന്ന് ദൈവത്തിന്റെ സമയത്തിന് അവർ വീട്ടിൽ യാത്ര പുറപ്പെട്ടു. മൂരദേശത്തെ എട്ടി യാത്ര ഒരുക്കങ്ങൾ ചെയ്യണു. വിറകടുക്കി മകനെ കൈകാൽ കെട്ടിയെടുത്ത് കിടത്തി കട്ടിയെടുത്തു. മോനെ ചോദിക്കളപ്പാ, വിറകുണ്ട്, തീയുണ്ട്, കട്ടിയുണ്ട്, യാഗവെട്ട് എവിടെ, ആട്ടിൻകുട്ടി എവിടെ, യാബിൾ ആട്ടുകുട്ടി എവിടെ? മോനെ ദൈവം കരുതിക്കൊള്ളും. യഹോവ ഈ ഭാഗത്ത് വരുന്നവരുടെ ആവശ്യങ്ങളെ ദൈവം കരുതിക്കൊള്ളൂന്ന്, നിറവേറ്റി തരുമെന്ന് നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം നീ കാണും. ദൈവത്തിന് അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും ലഭിക്കുമെന്നും കിട്ടുമെന്നും വിശ്വസിക്കേണ്ടത് അല്ലയോ? വിശ്വാസനോ ആശിക്കുന്നതിന് ഉറപ്പ്, കാണാത്ത നിശ്ചയമാണ്. അതുകൊണ്ടാണ് യോഹന്നാനിലെ വിശ്വാസികള് യേശുവെ ക്ഷണിച്ചിരുന്നു, അമ്മയെ ക്ഷണിച്ചിരുന്നു, ശിഷ്യന്മാരെ ക്ഷണിച്ചിരുന്നു, വേണ്ടപ്പെട്ടെല്ലാം ക്ഷണിച്ചു. വലിയൊരു പുരുഷനുണ്ടായിരുന്നു. പെട്ടെന്ന് വീണ്ടും കുറഞ്ഞു പോയപ്പോൾ അമ്മ ആൾക്കാരെ കണ്ടു. വിരുശാലയില് യേശുവിനെ ക്ഷണിച്ചിരുന്നു. വട്ടമാകട്ടെ അമ്മ മകനെ വിളിച്ചു, യേശുവിനെ. അപ്പോൾ യേശു കൊടുത്ത മറുപടി, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിലുണ്ട്, ഇവിടെ നാഴിക ഇവിടെ വന്നിട്ടില്ല. ഈ അമ്മ പറയല്ലേ, സ്ത്രീ പറയല്ലേ, അവൻ വല്ലതും നിങ്ങളോട് കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ. ഹല്ലേലൂയ. അനുസരിച്ചാൽ അനുഗ്രഹമുണ്ട്. യേശു പറഞ്ഞു, കഷ്ടകാലത്ത് വിളിച്ചപേക്ഷിപ്പീൻ, ഞാൻ നിങ്ങളെ വിടുവിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തും. വയറ്റിലേക്ക് ഇരുന്നുണ്ട്
മർക്കോസ് 46 മുതൽ വായിക്കുമ്പോൾ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, യാചകൻ യേശു വന്ന വാർത്ത കഴിഞ്ഞിട്ട്, അവിടെ വന്ന വാർത്ത കഴിഞ്ഞിട്ട് അവൻ ഉറക്കെ വിളിക്കുന്നു, ഉറക്കെ കരയുന്നു, വീണ്ടും വിളിക്കുന്നു, വീണ്ടും വിളിക്കുന്നു. ആരൊക്കെയോ തടസ്സപ്പെടുത്തുന്നു. നിന്നെ സമൂഹം തടസ്സപ്പെടുത്തുന്നു, ദേശം തടസ്സപ്പെടുത്തുന്നു, കുടുംബം തടസ്സപ്പെടുത്തുന്നു, വ്യക്തികൾ തടസ്സപ്പെടുത്തുന്നു, ശത്രു തടസ്സപ്പെടുത്തുന്നു, സാത്താൻ തടസ്സപ്പെടുത്തുന്നു, പിശാച് തടസ്സപ്പെടുത്തുന്നു, മനുഷ്യൻ വിളക്കാൻ ശ്രമിക്കുന്നു. ഈ തടസ്സമുള്ള നീ വകവെക്കേണ്ട കാര്യമല്ല. ശത്രുവിനെ ഭയക്കാണ്, മരണത്തെ ഭയക്കാണ്, രോഗത്തെ ഭയക്കാണ്, പിശാചിനെ ഭയക്കാണ്. പിന്നെയോ വട്ടമായിട്ട് ആ കൂടൻ യാചകൻ ആവശ്യക്കാരൻ ഉറക്കെ വിളിച്ചു, ഉറക്കെ വിളിച്ചു, ഉറക്കെ വിളിച്ചു. എങ്ങനെ വിളിച്ചു? യേശുവേ, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണം. യേശു, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണം. യേശു, ദാവീദ് പുത്രാ, എന്നോട് കരുണ കാണിക്കണം. ആ കൂടൻ നിലവിളിച്ചപ്പോൾ ആരൊക്കെ തടസ്സമുണ്ടാക്കിയെങ്കിലും, ആരൊക്കെ എതിർത്തെങ്കിലും, ആരൊക്കെ ആക്ഷേപിച്ചെങ്കിലും, ആരൊക്കെ പരിഹസിച്ചെങ്കിലും, ആരൊക്കെ കുറ്റം പറഞ്ഞെങ്കിലും, ആരൊക്കെ കളിയാക്കിയെങ്കിലും, ആരൊക്കെ പിന്മാറ്റത്തെ കൊണ്ടുപോയെങ്കിലും, ആവശ്യക്കാരൻ ഉറക്കെ വിളിക്കുന്നു, ഉറക്കെ വിളിക്കുന്നു, ഉറക്കെ വിളിക്കുന്നു, ഉറക്കെ വിളിക്കുന്നു. വട്ടമായി 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 യേശു അവിടെ നിൽക്കുന്നു. ഈ ശബ്ദം കേട്ടുകൊണ്ട് യേശു അവിടെ നിന്നു, അവിടെ നിന്നു. യേശു പറഞ്ഞത്, നിലവിളിക്കുന്ന ആരാണ്? അവന് എൻ്റെ അടുക്കൽ കൊണ്ടുപോവാ. തടസ്സപ്പെടുത്താൻ യേശു അങ്ങോട്ട് അയച്ചു. ആ നിലവിളിച്ച വ്യക്തി, ആ കുടുംബം, ആ മകൻ, ആ മകൾ, ആ പപ്പ, അമ്മ ആരാണ്? ഉപേക്ഷിക്കുന്ന ആര്? പ്രാർത്ഥിക്കുന്ന ആര്? കരയുന്നത് ആര്? ഓടുന്നത് ആര്? ബൈബിൾ വായിക്കുന്ന ആര്? കുടുംബപ്രാർത്ഥന നടത്തുന്നത്, പ്രഭാപ്രാർത്ഥന, സന്ധ്യപ്രാർത്ഥന, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ദൈവമായിട്ടുള്ള അടുത്തവണ്ട് ആർക്കുള്ളത്? ദൈവനാമത്തോട് കൊടുക്കുന്ന ആരോ? ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഇന്ത്യക്ക് വേണ്ടി കരയുന്ന, ലോക സമാധാനം വേണ്ടി കരയുന്ന, മനുഷ്യർക്കായി മനുഷ്യന്മാർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആര്? ഹല്ലേലൂയ. വട്ടമായി യാചകന്റെ നിലവിളി ശബ്ദം കേട്ടുകൊണ്ട് യേശുന്നു. ഈ സമൂഹം നിന്നെ മാനിച്ചില്ലെങ്കിലും, ദേശം മാനിച്ചില്ലെങ്കിലും, കുടുംബം മാനിച്ചില്ലെങ്കിലും, വ്യക്തികൾ മാനിച്ചില്ലെങ്കിലും, വട്ടമായി ഈ സമൂഹം നിന്നെ ചെപ്പായി, കുപ്പയായി, വെട്ടായി വലിച്ചെറിഞ്ഞാലും താഴ്ത്തിയുടെ മറ്റേ മാനിക്കുന്ന യേശുവിടെ വന്നിട്ടുണ്ട്. നിന്നെ നിന്നിച്ചോടെ മാനിക്കുന്ന ഒരു യേശു വന്നിട്ടുണ്ട്. ഇമ്മാനുവേൽ, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാൻ യേശു കൂടെ ഉണ്ട്. നമ്മുടെ ശത്രുക്കളെ, നിന്ദിച്ചവരെ, ആക്ഷേപിച്ച് പരിഹരിച്ചവരെ തോൽപ്പിക്കണ യേശു കൂടെ വന്നിട്ടുണ്ട്. ശത്രുവിനെ തോൽപ്പിക്കുമാറാക്കുന്ന യേശു ഇമ്മാനുവേലായി ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. വട്ടമായിട്ട് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാൻ യേശു കൂടെ ഉണ്ട്. അടാ യേശുവിടെ നിന്ന അവൻ എൻ്റെ അടുക്കൽ കൊണ്ടുപോ. പോയി പറയല്ലേ, എഴുന്നേൽക്കൂ, ധൈര്യമായിരിക്കൂ, യേശു നിന്നെ വിളിക്കുന്നു. ഹല്ലേലൂയ. എഴുന്നേൽക്കൂ, ധൈര്യമായിരിക്കൂ, യേശു നിന്നെ വിളിക്കുന്നു. അവൻ ആ പുടപ്പ്, അടിവരുവച്ച പുടപ്പ്, നാട്ടം പിടിച്ച പുടപ്പ്, ദുർഗന്ധമൊരുക്കുന്ന പുതപ്പ്, ദീർഘനാള് വട്ടമായിട്ട് മൂടിയിരുന്ന പുടപ്പ്, ആ ചുവന്ന പുടപ്പ് അവൻ വലിച്ചെറിയുന്നു. യാത്രക്ക് ഉപയോഗിച്ച വടി വലിച്ചെറിയുന്നു. ഭിക്ഷാടനത്തിന് ഉപയോഗിച്ച പാത്രം വലിച്ചെറിയുന്നു. ചുറ്റുമുള്ളത് മരുഭൂയാത്രയിൽ സഞ്ചരിച്ച കാലിൽ കിടന്ന ചെരുപ്പ് വലിച്ചെറിയുന്നു. പുടപ്പ് ഇട്ടുകളയുന്നു, വടി ഇട്ടുകളയുന്നു, വട്ടുമായിട്ട് പാപ്പർ ഇട്ടുകളയുന്നു. വട്ടുമായിട്ട് അടാ മാൻകുട്ടിയെ പോലെ തുള്ളിച്ചാടി വിളിക്കുന്നതാര്? രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ.
നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ യേശു മാനസാന്തര പ്രശ്നം നടത്തി, രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവർ ഉയർപ്പിച്ചു, ഭൂതങ്ങളെ പുറത്താക്കി, കുട്ടികളെ ശുദ്ധമാക്കി, മുടന്തൻ നടത്തിച്ചു, ക്ഷീണനെ കേൾപ്പിച്ചു, ഊമനെ സംസാരിച്ചു, ക്ഷീണന്റെ ചെവി തുറന്നു, ഊമൻ സംസാരിച്ചു, അണ്ടന്റെ കണ്ണുറന്നു. പിന്നെയോ കാനാവിൽ പോയപ്പോൾ വീണ്ടും കുറഞ്ഞു പോയി. മകൻ വല്ലഭം ചെയ്യാൻ പറഞ്ഞു. ഇവിടെ എന്തുണ്ട്? കൽപ്പാത്രം, വേറ്റ് പാത്രം, ഒഴിഞ്ഞ പാത്രം, ഒറ്റപ്പെട്ട പാത്രം, തള്ളപ്പെട്ട പാത്രം, ഇറുക്കപ്പെട്ട പാത്രം, വലിച്ചെറിഞ്ഞ വേട്ട്, വീട് പണിയുന്ന തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇടുക്കുവാൻ സംഭവിച്ചു. യേശു പറഞ്ഞു, ഇവിടെ എന്തുണ്ട്? കൽപ്പാത്രം, വെള്ളം കോരി നിറപ്പീൻ. വെള്ളം കോരി നിറച്ചു. വെള്ളം കോരി വക്കോളം നിറച്ചു. ഇനി കോരി കൊടുപ്പീൻ. കോരി കൊടുത്തപ്പോൾ ആ വെള്ളത്തിന് മണമുണ്ടായി, നിറമുണ്ടായി, ഗുണമുണ്ടായി. മണം, നിറം, ഗുണം, രുചി. മണം, നിറം, ഗുണം, രുചി ഇന്ന് മുതല് നിങ്ങൾക്കുണ്ടാകട്ടെ. കരങ്ങളെ തട്ടാം. നിങ്ങളുടെ ചുവടെ അപ്രയില്, നിങ്ങളുടെ പ്രസന്റ് ഘട്ടത്തില് യഹോവ ഈരെ കൂടെ ഉണ്ട്. രോഗക്കിടക്കയിൽ യേശു കൂടെ ഉണ്ട്. ആപത്ത് ഘട്ടത്തിൽ യേശു കൂടെ ഉണ്ട്. പ്രസന്നത്തിൽ യേശു കൂടെ ഉണ്ട്. സഞ്ചരിക്കുന്ന പാടുകൾ യേശു കൂടെ ഉണ്ട്. ആപ്പിളാവുമ്പോൾ യേശു കൂടെ ഉണ്ട്. ആവശ്യമില്ലാവുമ്പോൾ, വെള്ളട്ടാവുമ്പോൾ, ചികിത്സയിലാവുമ്പോൾ, നീ ഒറ്റപ്പെടുമ്പോൾ, നീ തളപ്പെടുമ്പോൾ, നീ വേദനിക്കുമ്പോൾ, നീ കരയുമ്പോൾ, ഏകനായിട്ട് മാറുമ്പോൾ, അനാഥായിട്ട് മാറുമ്പോൾ, വിഴായിട്ട് മാറുമ്പോൾ യഹോവ ഈരേ ദൈവം കരുതിക്കൊള്ളും. ദൈവം കരുതിക്കൊള്ളും. ഉറപ്പ്, 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 100% ഉറപ്പ്. യാചകൻ വിളിച്ചപ്പോൾ എൻ്റെ അടുക്കൽ കൊണ്ടുവാ, എഴുന്നേൽക്കും, ധൈര്യമായിരിക്കൂ. യേശു വിളിക്കുന്നു. അടാ പോയി, ഇപ്പൊ ചോദിക്കാൻ യേശു. കരുതി നീയാണ്, ചോദിച്ച നീയാണ്, ഓടിയ നീയാണ്, പാട്ട് നീയാണ്, വിട്ടുവേണ്ട നീയാണ്, നീയാണ്, ദൈവത്തെ കൊടുത്ത നീയാണ്. നീയാണ്. നിന്റെ കരം, നിന്റെ കരം, നിന്റെ ഹൃദയം മനസ്സാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് എന്തിയാണ് പറക? കൂടുതൽ ചോദിക്കും, എന്താണ് പറക? ഗുരുറബിനെ എനിക്ക് കാഴ്ച പ്രാപിക്കണം. കാഴ്ച നീ പറ, നിന്റെ ആവശ്യം പറ. യാചിപ്പിടുക കിട്ടും, അന്വേഷകൻ കണ്ടെത്തും, മുട്ടുമൻ തുറക്കപ്പെടും, യാചിക്കണേവരും കിട്ടും. മക്കളുടെ ഭാവി ദൈവം കരുതിക്കൊള്ളും. നിങ്ങളുടെ ഭാവി, നമ്മുടെ ഭാവി, ലോകം എന്ത് പറഞ്ഞാലും ദൈവം കരുതിക്കൊള്ളും. കരങ്ങളെ തട്ടാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വാട്ടുമായിട്ട്, വാട്ടുമായി, വാട്ടുമായിട്ട് വെള്ളം കോരി നിറച്ചു വെച്ചപ്പോൾ, ആ വേട്ട് പാത്രം വെള്ളം നിറച്ചു വെച്ചപ്പോൾ അറ്റിൻ്റെ പല ചട്ടി വ്യാപരിച്ചു. ഒന്നിനും വ്യാപരിച്ച ചട്ടി പോലെ കരങ്ങളെ തട്ടാം. ദൈവം നിനക്ക് അയച്ച പരിശ്രമമായ ചട്ടി, കൃപ, വരം. കരങ്ങളെ തട്ട, കരങ്ങൾ തട്ട. ഒരുത്തല ചട്ടി നീ പ്രാപിച്ചിരിക്കുക. ഒരുത്തല ചട്ടി, അറ്റിനുമായ ചട്ടി. ദൈവോ ഇടാൻ ഞാൻ താങ്കളുടെ ദാസൻ ഉള്ള പ്രസാദിക്കുന്ന പ്രസാൻ. യെശയ്യാ 42:1 ഇടാൻ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ദാസി. കരങ്ങളെ തട്ടാം. എൻ്റെ ഉള്ള പ്രസാദിക്കുന്ന പ്രധാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ, അവളുടെ മേൽ, അമ്മയുടെ മേൽ, പപ്പയുടെ മേൽ, മോന്റെ മേൽ, മോളെ മേൽ പകർന്നിരിക്കുന്നു, അയച്ചിരിക്കുന്നു, നൽകിയിരിക്കുന്നു. കരങ്ങളെ തട്ടാം. ഇതാ ഞാൻ താങ്ങുന്ന പ്രിയ വിശ്വാസിയെ, പ്രിയ സഭയെ. യെശയ്യാ 42:1 ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ള പ്രസാദിക്കുന്ന വൃതൻ, എൻ്റെ ആത്മാവൻ അവൻ്റെ മേൽ വായിച്ചിരിക്കുന്നു. ദൈവം നൽകിയിട്ടല്ലാതെ നമുക്കൊന്നും പ്രാപിച്ചെടുപ്പാൻ സാധ്യമല്ല, അനുഭവം സാധ്യമല്ല. ഹല്ലേലൂയ. മാറും, മാറും, മത്സ്യമൊക്കെ മാറും. വെള്ളം കോരി നിറച്ചപ്പോൾ മണം, നിറം, ഗുണരുചി ഉണ്ടാകില്ല. വീണ്ടും വീണായിട്ട് മാറിയെങ്കിൽ നിങ്ങളുടെ കയ്പായിട്ട് അനുഭവം മാറി, വാട്ടുമായി മാറിയ മധുരമാക്കിത്തേക്കുന്ന ദൈവം ഇന്ന് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ വളർച്ച ഉണ്ടാവും, ശേഷിപ്പുണ്ടാവും, ഉയർച്ച ഉണ്ടാവും. മിച്ചം മാറ്റി വെക്കും. കടഭാരം മാറും, മനോഭാരം മാറും, കുടുംബഭാരം മാറും, രോഗഭാരം മാറും, ശാപക്കെട്ട് മാറും, രോഗക്കെട്ട് മാറും, ചുണ്ടക്കെട്ട് മാറും. പിന്നെയോ തീരം വ്യാധികൾ മാറ്റി തരും. മരണങ്ങൾ ഏച്ചു മാറ്റും. ദുഃഖകാലം തീരും. ദുഃഖ സന്തോഷമായിട്ട് മാറും. വട്ടുമായിട്ട് ചക്കര 9:12
ദൈവം നിങ്ങൾക്ക് എന്താ നഷ്ടപ്പെട്ടത് ഇരട്ടിയായി പകരം തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്ക് ഇരട്ടിയായി പകരം തരും. ഉറപ്പായി ഞങ്ങൾക്ക് കിട്ടി. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വട്ടുമായി പകരം തരും. ഉറപ്പ്, ഉറപ്പ്, ഉറപ്പ്. നിമിഷത്തെ അടിവെട്ടിനെ മകട്ടും നീ കാണും. യോബ ഭക്തനും നേരിടുന്നതായിരുന്നല്ലോ, ഡ്യൂട്ടിയോട് ചേർന്ന് നടന്നല്ലോ. യഹോവ ഭക്തനായിരുന്നല്ലോ, ഊട്ടേച്ചിട്ട് നേരത്തെ 0 ആയിരുന്നു. പക്ഷേ എൻ്റെ യേശു അവനെ ഹീറോയാക്കി മാറ്റി. ഒരു പ്രത്യേക സന്ദർഭത്തില് പിശാച് അവനെ തോൽപ്പിപ്പോയപ്പോൾ അവൻ തോറ്റില്ല. കരകളത്തട്ടാ. ഹല്ലേലൂയ. അവന്റെ വീട് ചുറ്റും ദുരിമയുടെ പൊട്ടക്കാവില് അഗ്നിമതി കെട്ടിയിരുന്നു, തീമതി കെട്ടിക്കുന്നു. ഈ കാടിനെ കൊട്ടി ഉണ്ടപ്പെട്ട എല്ലാ ഫാമിലിയുടെ കൂടെ, ഓരോരുത്തരുടെ കൂടെ, ഓരോ വീട്ടിലും അഗ്നിമതി കെട്ടിയിട്ടുണ്ട്, തീമതി കെട്ടിയിട്ടുണ്ട്. ദുരിമയുടെ കാവിലുണ്ട്, പ്രൊട്ടക്ഷനുണ്ട്, സംരക്ഷണമുണ്ട്, പരിപാലനമുണ്ട്. ദൈവനെ കാക്കും, ദൈവനെ സൂക്ഷിക്കും, ദൈവനെ പരിപാലിക്കും, ദൈവനെ സംരക്ഷിക്കും. ദുഃഖം മാറും, നിരാശ മാറും, കണ്ണീര് മാറും, കടഭാരം മാറും, മനോഭാരം മാറും, രോഗഭാരം മാറും. എന്നിട്ട് എല്ലാ ദുഃഖവും സന്തോഷമാക്കി മാറ്റും. പിന്നത്തെ പരീക്ഷയില് യോബിന്റെ 10 മക്കൾ നട്ടം, ആടുമാട് നട്ടം, മൃഗസമരം നട്ടം, ഭവനം നട്ടം, കൃഷിയുടെ നട്ടം. ഭാര്യയുമായി മുന്നോട്ട് തള്ളിപ്പറഞ്ഞു, ചാകാൻ പറഞ്ഞു. ഒരു ഭാഗത്തും പിശാചിന്റെ മുന്നിൽ, ലോകത്തിന് മുന്നിൽ യോബിനെ തോൽപ്പിക്കാൻ സാധിച്ചില്ല. നിങ്ങൾ തോറ്റുകൊടുക്കല്ലേ. കരങ്ങളത്തട്ട. ആ ഭക്തന് എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ, താൻ ഒറ്റപ്പെട്ടപ്പോൾ, മക്കൾ നട്ടായപ്പോൾ, ആടുമാട് നട്ടായപ്പോൾ, കൃഷിയോട് നട്ടായപ്പോൾ, സമ്പത്ത് നട്ടായപ്പോൾ, സ്നേഹം വിട്ടായപ്പോൾ, ആ ഭാര്യ തള്ളി പറഞ്ഞപ്പോൾ, ആ ഭാഗത്ത് താൻ സാത്താൻ മുമ്പില്, ശത്രു മറ്റത്ത്, പിന്നെയോ നിന്ദിച്ചോടെ മറ്റിയെ, പരീക്ഷയുടെ മറ്റിയെ, കുറ്റമഞ്ചന മറ്റിയെ, ആക്ഷയുടെ മറ്റിയെ, തള്ളിപ്പറഞ്ഞ മറ്റിയെ, പിന്നെയോ വിട്ടുപോടെ മറ്റിയെ താൻ ഒരിക്കലും തോറ്റു കൊടുത്തില്ല. നീ തോക്കരുത്. കരകൾ തട്ട. അഗ്നി നീ തോറ്റു കൊടുക്കരുത്. ശത്രു തോക്കല്ല, രോഗത്തിന്റെ തോക്കല്ല, ശത്രു തോട്ടുവരുത്, ലോകത്തെ തോറ്റുവരുകരുത്. ജയിച്ചു ഇപ്പം നിങ്ങളെ സഹായിക്കും. വട്ടുമായി ഒന്നിനെ തോറ്റു കൊടുത്തില്ല. യേശുവിനെ തള്ളി പറഞ്ഞില്ല, യേശുവിനെ കുറ്റം പറഞ്ഞില്ല, പുറവർത്തില്ല. പിന്നെയോ അനേകനായിട്ട് മാറിയെങ്കിലും പറഞ്ഞ വാക്ക് എല്ലാം ദൈവം നൽകി, ദൈവം തിരിച്ചെടുത്തു. പൊന്നോ വാഴ്ത്തപ്പെടട്ടെ. ജീവിതത്തിന് വണ്ണപ്പോണെന്ന് കൊണ്ടുവന്നില്ല, ഇനി പോകുമ്പോ കൊണ്ടുവന്നില്ല. ദൈവം നൽകി തിരിച്ചെടുത്തു. ജീവിതത്തില് നന്മ തിന്മക്കാൻ വാട്ടസ്ഥരാണ്. ഒരിക്കലും സാപ്പാന് യോബിനെ തോൽപ്പിക്കാൻ സാധിച്ചില്ല. ശത്രുവിനോ, കുടുംബക്കാർക്കോ, അയൽവാസികൾക്കോ, നാട്ടുകാർക്കോ, ബന്ധുക്കൾക്കോ, ചർച്ചക്കാർക്കോ, എതിരാളികൾക്കോ, അക്ഷയാളികൾക്കോ, മന്ത്രവാദികൾക്കോ, പൂജാരികൾക്കോ, വേറെ നിന്ദിച്ചവർക്കോ, കുറ്റം പറഞ്ഞവർക്കോ തോൽപ്പിക്കാൻ പറ്റില്ല. ഭക്തൻ, നിഷ്കളങ്കൻ, നേരിടുവാൻ, ദൈവത്തോട് ചേർന്നടവാൻ ഭക്തൻ. ഈ പ്രസന്റ് ഘട്ടത്തിൽ താൻ തോറ്റു കൊടുത്തില്ല, താൻ പിന്മാറിപ്പോയില്ല, തന്റെ വിശ്വാസം കുറഞ്ഞു പോയില്ല. കലാമ്പരത്തില് യോബ് 42 പട്ട് അവൻ വീണ്ടും നിങ്ങളെപ്പോലെ പ്രാർത്ഥിച്ചു, നിങ്ങളെപ്പോലെ കരുതു, നിങ്ങളെപ്പോലെ ഭൂഷിച്ചു, നിങ്ങളെപ്പോലെ സാധുക്കൾ ഓർത്തു, നിങ്ങളെപ്പോലെ വടക്കേണ്ടിക്ക് വേണ്ടി, നാട്ടിനക്ക് വേണ്ടി, മിഷൻപിടുകൾക്ക് വേണ്ടി, സാധുക്കൾക്ക് വേണ്ടി, അനാഥകൾക്ക് വേണ്ടി, വിടകൾക്ക് വീണ്ടും കൈ നീട്ടി. വട്ടുമായി അവൻ തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി, ഭാര്യ പ്രിയക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ ചുരുക്ക് പേടം വന്നു. കരങ്ങൾ തട്ടാൻ അവൻ തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ ചുരുക്ക് പേടം വന്നു. അവന് നഷ്ടപ്പെട്ടത് ഇരട്ടിയായി ദൈവം നൽകിയെങ്കിൽ ഇന്ന് കാലം ഇവിടെ ഓരോ പ്രിയപ്പെട്ടവർക്കും
ഇരട്ടി പ്രതിഫലം ദൈവം നിങ്ങൾക്ക് തരട്ടെ. വട്ടമായി നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ദൈവം നിറവേറ്റി തരും. ഇത് മാത്രമല്ല, ശത്രുവിനെ തോൽക്കുമാറാക്കും, രോഗത്തെ തോൽക്കുമാറാക്കും, പിശാചിനെ തോൽക്കുമാറാക്കും. വട്ടമായിട്ട് യുവനെ നഷ്ടപ്പെട്ടിരട്ടിയായിട്ട് ദൈവം മടക്കൊടുത്ത പോലെ ഇരട്ടി പകരം പ്രതിഫലം ദൈവം നിങ്ങൾക്ക് തരട്ടെ. ദൈവം നിങ്ങളെവരെയും സമൃദ്ധി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. എൻ രോഗത്തിലോ നീ മാത്രമൻ വൈദ്യൻ, മാറ്റാരെയും ഞാൻ കാണുന്നില്ല രോഗശാന്തിക്കാൻ. ആശ്രയം എൻ യേശു കർത്താവേ, എന്റെ സഹായം ദൈവമേ, നീ അല്ലാതെല്ലാരും എൻ യേശു മാത്രം മതി. നിന്നെ തകർക്കുവാനോ നിന്നെ മുറിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിയെടുത്തു നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മുറിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിയെടുത്തു നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നക്ഷങ്ങളിലോ പാടറിടലേ, കണ്ണുനീരോ താളനിടലേ, ഞാനെന്നും നിന്റെ ദൈവം, നീയെന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീയെന്നും എന്റേതാണേ. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാടുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാടുണ്ട്. തുരുത്തി നിറയുമ്പോൾ ആണെടുത്ത് അനുഗ്രഹമേയുണ്ട്. തിരിച്ച് നിറയുമ്പോൾ ആണെടുത്ത് അനുഗ്രഹമേകുന്ന യേശുണ്ട്. ആരെല്ലാം നിന്നെ അകറ്റി നിർത്തിയാലും, ആരെല്ലാം നിന്നെ അകറ്റി നിർത്തിയാലും നെഞ്ചോട് ചേർക്കുന്ന യേശുണ്ട്. നിന്നെ നെഞ്ചോട് ചേർക്കുന്ന യേശുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയാക്കുന്ന നാടുണ്ട്. തുരുത്തി നിറയുമ്പോൾ ആണെടുത്ത് അനുഗ്രഹമേകുന്ന യേശുണ്ട്. പഴിയും നിർണയം പഴിയും നിർണയം ഉയരുമ്പോൾ മാനിച്ചുയർത്തുന്ന യേശുണ്ട്. നിന്നെ മാനിച്ചുയർത്തുന്ന യേശുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് നാടുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് ആത്മാർത്ഥമായിട്ട് നമ്മുടെ കണ്ണുകൾ അടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇമ്മാനുവേൽ, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. യഹോവ ഈരെ, ദൈവം എല്ലാം കരുതിക്കൊള്ളും. ദൈവം സംരക്ഷിക്കും, ദൈവം പരിപാലിക്കും.
ദൈവം കരുതും, ദൈവം കാക്കും, ദൈവം എല്ലാം കരുതിക്കൊള്ളും, എല്ലാം നിറവേറ്റി തരും, എല്ലാം നടത്തി തരും. പപ്പ കണ്ണീരോടെ പ്രാർത്ഥിക്കുക, നെല്ലിയോടെ പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കൂടെ നിലവിളിച്ച് യേശുവേ ദാവീദ് പുത്രാ എന്നോട് കണ്ണാണിക്കണം, യേശുവേ ദാവീദ് പുത്രാ എന്നോട് കണ്ണാണിക്കണം. മറ്റാരും ആ പ്രാർത്ഥന നിലവിളി കേട്ടില്ലെങ്കിൽ അവന്റെ യാചനാ ശബ്ദം ദൈവത്തിന്റെ അടുക്കലെത്തി. അപ്പൊ അവിടെ നിന്നു. വിളിക്കുന്ന ആരാ? ചോദിക്കുന്ന ആരാ? കരയുന്ന ആരാ? കാൽക്കൽ വീഴുന്ന ആരാ? ഓടിക്കുന്ന ആരാ? പ്രാർത്ഥിക്കുന്ന ആരാ? വിശ്വാസി ആരാ? ഭക്തൻ ആരാ? ഭക്ത ആരാ? വട്ടുമായിട്ട് പ്രതിസന്ധി ഘട്ടത്തില് ഓടി വിളിക്കാട്ടാരാ? തള്ളപ്പരാട്ടാരാ? കുറ്റപ്പരാപ്പാരാ? ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആരാ? അവൻ എന്നോട് പട്ടിരിക്കാൻ ഞാൻ എന്നെ വിടുവിക്കും, അവൻ്റെ നാമത്തറിയാൻ ഞാൻ എന്നെ ഉയർത്തും, അവൻ വിളിച്ചപേക്ഷിക്കും, വിപ്രമെല്ലാം കട്ടകാലത്തെ കൂടെ ഇരിക്കും, വിളിച്ച് മകട്ടപ്പെടുത്തും, ദീർഘാഴ്ച തൃപ്തി വരുത്തും, എൻ്റെ രക്ഷന് കാണിച്ചു കൊടുക്കും. ദാവീദിനെ പോലെ ഇപ്പോൾ സങ്കടം വേർപ്പിച്ച് കരയാം. മറ്റൊരു പ്രാർത്ഥന സമയം പ്രാപിക്കേണ്ട വിഷയങ്ങളെ നിങ്ങൾ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന വിഷയത്തിന്മേൽ ക്ഷീണെടുക്കുക, സത്യന്റെ മേൽ ക്ഷീണെടുക്കുക, സാത്താന്റെ മേൽ ക്ഷീണെടുക്കുക, രോഗത്തിന് മേൽ ക്ഷീണെടുക്കുക, ക്ഷണത്തിലെ പുള്ളുകൾ ബലഹീനം മാറുവാൻ പ്രാർത്ഥിച്ചെടുക്കുക. നിങ്ങൾ ശക്തി പ്രാപിക്കുക, ബലം പ്രാപിക്കുക. എല്ലാവർക്കും വായുടെ തുറക്കാം, എല്ലാവർക്കും വായുടെ തുറക്കാം. പരസ്പരാരും നോക്കണ്ട. കഴിഞ്ഞ 27 വർഷമായിട്ട് ഇവിടെ പ്രേയൽ പങ്കെടുക്കുകയാണ്. ഇതുവരെയും സ്നാനപ്പെടാത്ത ആളുകൾ, രക്ഷപ്പെടാത്ത ആളുകൾ, മാനസാന്തരപ്പെടാത്ത ആളുകൾ, ഓരോ പ്രിയപ്പെട്ട മക്കളും പ്രാർത്ഥിക്കുക. ഇവിടെ വർഷവും ആവശ്യം കരങ്ങളെത്തട്ട് 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 കരങ്ങളെത്തട്ട കരങ്ങളെത്തട്ട കോരപ്പോൾ പാടണ്ട കോര് പാടണ്ട അന്യഭാഷ പറ അന്യഭാഷ കോരമ്പല്ല അന്യഭാഷ പറ കോരമ്പല്ല ഷർട്ടും അന്യഭാഷ പറ വർഷിപ്പെടുത്ത് വർഷിപ്പ് ഒരു പാട്ടും പാടണ്ട വർഷിപ്പ് ശാന്തമായി ഈ പ്രാർത്ഥന ഏറ്റവും പിറകെ കിട്ടണം. ഏറ്റവും പുറത്തുന്ന പ്രാർത്ഥന ഇപ്പോൾ സഭയുടെ പ്രാർത്ഥന ഇന്ത്യ ഗുണമായി മാറട്ടെ. ഈ കാണുവിച്ച പ്രേയർ അഗ്നിജ്വാല തീജ്വാലയായി അഗ്നി ജ്വാല ഉയരട്ടെ, ഇവിടെ ഉയരട്ടെ. ശക്തമായി പ്രാർത്ഥന, ശക്തമായി അടുത്തിരിക്കുന്ന നോക്കാതെ നീ പ്രാർത്ഥിര, നീ കര, നീ ചോദിക്ക, നീ പ്രാപിച്ചെടുക്ക, നീ നിലവിളിക്ക. സംഗീതക്കാരൻ ദാവീദ് പറഞ്ഞു, ആട്ടരെ ബാലനെ രാജാവാക്കി മാറ്റി. അവൻ വന്ന് ദൈവവാക്യത്തിൽ പറഞ്ഞു, കർത്താവേ എന്നെ അവിടുന്ന് യുദ്ധത്തോടെ കൊണ്ടുവരാൻ എന്റെ ഗ്രഹമുണ്ട്. പറ 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 നീ പറ, സൗരമായി പറയുക, മൗനം പാലിക്കാതെ, പ്രാർത്ഥന സമയത്ത് അലർച്ചയിരിക്കാതെ ഉറക്ക പ്രാർത്ഥിത്, ഉറക്ക പ്രാർത്ഥിത്, ഉറക്ക ശബ്ദം കൂട്ടി പ്രാർത്ഥിത്, ശബ്ദം കൂട്ടി പ്രാർത്ഥിത്. ശാപക്കെട്ട് മാറുവാൻ എല്ലാം പ്രാപിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. പ്രാപിച്ചെടുത്തോ, ചോദിച്ചോ, കരഞ്ഞോ, നിലവിളിച്ചോ, കര 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 കരഞ്ഞ ആത്മാഭിഷേകം പ്രാപിച്ചെടുത്തോ. പരിശുദ്ധ സ്നാനം, അഗ്നി അഭിഷേകം, തീ അഭിഷേകം, തീ അഭിഷേകം, തീ അഭിഷേകം, ഓ അഗ്നി അഭിഷേകം. മിന്നൽ ചാലകം പോലെ പ്രതിരോധിക്കേണ്ട ചട്ടി നിനക്കുണ്ടാകണം. പ്രതിസന്ധി കണ്ട് ഓടി വിളിക്കാനല്ല, മറയാനല്ല, നിലവിളിക്കാനല്ല, ഭയപ്പെടാനല്ല, നിരാശപ്പെടാനല്ല, ആത്മഹത്യാനല്ല, നാടുവിടാനല്ല, അവർ അതൊന്നും പറയുന്നതല്ല. നീ പ്രതിരോധിക്കണം. മിന്നൽ ചാലകം ഇടിവെട്ടട്ടെ, മിന്നൽ ഉണ്ടാവട്ടെ, മഴ പെയ്യട്ടെ, പേമാരി ഉണ്ടാകട്ടെ, പകർച്ചവ്യാധി വരട്ടെ, മഹാമാരി വരട്ടെ, ഉരുൾവെട്ടം ഉണ്ടാവട്ടെ, ഭൂമിയിലൊക്കെ ഉണ്ടാവട്ടെ, സുനാമി ഉണ്ടാകട്ടെ. ഇതെല്ലാം പ്രതിസന്ധി നിന്നെ അഭിമരിച്ചു. നിന്നെ വിട്ട് വഴിമാറി പോയില്ലേ? അടുത്ത സമയത്ത് കാലാകാലങ്ങളിൽ നിന്റെ പ്രാർത്ഥനയും നിലവിളി കണ്ണീര് മാത്രമാണ്. ഇനിയും പ്രാർത്ഥിക്കുക, ഇനിയും പ്രാർത്ഥിക്കുക, ഇനിയും പ്രാർത്ഥിക്കുക.
ഏതെല്ലാം വിഷയത്തിന് മറുപടി നൽകി അയച്ചു. എന്റെ പപ്പ നിനക്ക് ഉത്തരം നൽകി. സകല പ്രശ്നത്തിന് ഉത്തരം ക്രിസ്തു. ഇപ്പോൾ ചോദിക്കാം, ഇപ്പോൾ ചോദിക്കാം, ഇപ്പോൾ ചോദിക്കാം. കണ്ണീരോടെ പ്രാർത്ഥിക്കാം, നെല്ലിനോടെ പ്രാർത്ഥിക്കാം, ഉറപ്പോടെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. അത് ലഭിച്ചിരിക്കുന്നു, ലഭിക്കാൻ പോകുന്നു. അങ്ങനെ പ്രാർത്ഥിക്കാം. യേശു വന്നിട്ടുണ്ട്, ഗുരു വന്നിട്ടുണ്ട്. വലിയൊരു നിലവിളി വരട്ടെ. യേശുവേ, 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 എന്നെ രക്ഷിക്കണമേ, എന്നെ വിടുവിക്കണമേ, എന്നെ സംരക്ഷിക്കണമേ, എന്നെ പരിപാലിക്കണമേ, എന്നെ കരുതണമേ, എന്നെ കാക്കണമേ. ജീവിക്കാൻ ദൈവത്തിന് മുമ്പില് പ്രാർത്ഥന ഇഷ്ടമല്ലേ, കരം ഇഷ്ടമല്ലേ? നിന്നെ ചാട്ടം പിളക്കിയിരിക്കുന്നു, നിന്നെ ചാട്ടം പിളക്കിയിരിക്കുന്നു. നിന്നെ കൈകൾ ചാട്ടം കെട്ടികളഞ്ഞു, നിന്നെ ഹൃദയം കെട്ടികളഞ്ഞു, നാവ് കെട്ടികളഞ്ഞു, തൊണ്ട കെട്ടികളഞ്ഞു, കൈ കെട്ടി പൊട്ടട്ടെ, 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 പൊട്ടട്ടെ. യേശുവിൻ നാമത്തില്, യേശുവിൻ നാമത്തിൽ വിട്ടുപോ. ശബ്ദം ശക്തമായിട്ട് ആത്മാവിലായിരിക്കാം. ആവശ്യപ്പെടുത്ത വിശ്വാസം ആവശ്യപ്പെടുത്ത ഇന്നത്തെ പ്രേരണ അനുഗ്രഹം തീരട്ടെ. മാറിയേച്ചു അയക്കുകയാണ്. സ്വർഗം തുറക്കുകയാണ്, കിലുവാനം തുറക്കുകയാണ്. യേശു ഇറങ്ങി വരുന്നു, യേശു ഇറങ്ങി വരുന്നു, യേശു ഇറങ്ങി വരുന്നു. രാജാക്കവിടെ രാജാവ് ഇറങ്ങി വരുന്നു, നേരക്കവിടെ ഇറങ്ങി വരുന്നു. വ്യാപരിക്കുന്നു. ഓ, കേൾവികൾ മടങ്ങട്ടെ, ഓർമ്മ മടങ്ങട്ടെ, കാഴ്ച മടങ്ങട്ടെ. നീ കലവിച്ചിരിക്കുന്നുവോ? നീ പേടിച്ചിരിക്കുന്നുവോ? നീ ഭയന്നിരിക്കുന്നുവോ? ദൈവം തറക്കുന്നുവൻ പൂർണ്ണാത്മാവോട്, പൂർണ്ണ ശക്തിയോട്, പൂർണ്ണ മനസ്സോട്. അതാണ് പൗരടിപ്പിക്കുന്നത്. പൂർണ്ണാത്മാവ്, പൂർണ്ണ മനസ്സ്, പൂർണ്ണ ശക്തി. നീ ചോദിക്കണം, നീ കരയണം. ഒരു ജോലിയാണോ, ഒരു ഡാൻസർ ആണോ, ഒരു പ്രൊമോഷൻ ആണോ? ഉന്നവനായിട്ട് മാനസാന്തരം പ്രാർത്ഥി, മാനസാന്തരം. യേശു മാനസാന്തര പ്രശ്നം നടത്തി. പിന്നെ രോഗികളെ സൗഖ്യമാക്കി. പാപം ക്ഷമിക്കുമ്പോൾ, പാപം ക്ഷമിച്ചിട്ടുമ്പോൾ എല്ലാത്തിനും മോചനം, എല്ലാത്തിനും മോചനം, എല്ലാത്തിനും മോചനം, എല്ലാത്തിനും മോചനം. പ്രാർത്ഥിക, 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 പ്രാർത്ഥിക. അവന്റെ രക്തം ചില പാവം നോക്കി നമ്മൾ ചുറ്റിരിക്കുന്നു. നിന്റെ പാവം ഇത്ര കടുച്ചുവപ്പായിരുന്നാലും ക്യൂബർ എടുപ്പിക്കും. രക്തവർ ചുവ എണ്ണയൊക്കെ മാറ്റിപ്പോൾ രോഗികൾ പ്രാർത്ഥിക്കാം, രോഗികൾ പ്രാർത്ഥിക്കാം. കുറവുകൾ ചുടരാം, കുറ്റങ്ങളെ ചുടരാം, പാപങ്ങളെ ചുടരാം. ദിവസാണിച്ചിറങ്ങി വരുന്നു, ഇറങ്ങി വരുന്നു. മാറിപ്പോട്ടെ, ഫാവിനോട് മാറിപ്പോട്ടെ, തവരോട് മാറിപ്പോട്ടെ. എല്ലാ സർജറിയും മാറ്റി വെക്കട്ടെ. ഒരു സർജറി ഇപ്പോൾ നടക്കുന്നു, ഒരു സർജറി ഇപ്പോൾ നടക്കുന്നു. യേശുവിനെ തൊടുന്നു, പിന്നെ സ്പർശിക്കുന്നു. വിശ്വാസിയുടെ ശബ്ദം ദൈവം കേൾക്കണം. അവിടെ പറഞ്ഞത്, കട്ടകാലത്ത് വിളിച്ചപേക്ഷിക്കൂ, ഞാൻ നിന്നെ വിടുവിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തും. അടങ്ങിയിരിക്കല്ല, ഉറക്ക് വിളിക്ക. കൂടൻ വിളിച്ചു, യേശുവേ ദാവീദ് പുത്ര എന്നോട് കണ്ണാണിക്കണം. അവന്റെ നിലവിളി യേശു കേട്ട് അവിടെ നിന്നു, അവനെ വിളിച്ചു, അവന് കാഴ്ച കൊടുത്തു. ശാപത്തിന്റെ കെട്ടുകൾ മാറിപ്പോട്ടെ, രോഗക്കെട്ടുകൾ മാറിപ്പോട്ടെ, ക്ഷുദ്രക്കെട്ടുകൾ മാറിപ്പോട്ടെ, മന്ത്രക്കെട്ടുകൾ മാറിപ്പോട്ടെ, ഭയങ്ങൾ മാറിപ്പോട്ടെ, പേടികൾ മാറിപ്പോട്ടെ, നിരാശകൾ മാറിപ്പോട്ടെ, കടഭാരങ്ങൾ മാറിപ്പോട്ടെ, മനോഭാരം മാറിപ്പോട്ടെ, കുടുഭാരം മാറിപ്പോട്ടെ. രോഗികൾക്ക് പ്രാർത്ഥിക്കാം. ഉന്നൈ പച്ച കേൾപ്പവരേ എൻ കണ്ണീരെ കാണവരേ, സുഖം തരുമവരേ, സോട്ടിരം വീഴ്ചയാ അറിയാ, സോട്ടിരം വീഴ്ചയാ മനടുരുകി കരം നീട്ടി അതിശയം ചെയ്തവരേ,
மனதுருகே காரம் நீட்டி அதிசயம் செய்பவரே, ஐயா அதிசயம் செய்தவரே, ஐயா அதிசயம் செய்தவரே. என் நோய்களே சிலுவையிலே சுமந்து தீர்த்தீரையா, என் நோய்களே சிலுவையிலே சுமந்து தீர்த்தீரையா, ஐயா சுமந்து தீர்த்தீரையா, ஐயா சுமந்து தீர்த்தீரையா. சுத்தமுண்டு சுத்தமாக என்று சொல்லி சுகமாக்கினீ, சுத்தமுண்டு சுத்தமாக என்று சொல்லி சுகமாக்கினீ, ஐயா என்று சொல்லி சுகமாக்கி, ஐயா என்று சொல்லி സുഖമാക്കി. ഞങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട പിതാവേ സ്തോത്ര. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല വേളക്കായി സ്തോത്രമെടുക്കുന്നു, വാഴ്ത്തുന്നു. വിശുദ്ധ ദിവാലയത്തിനകത്ത് അവതരിക്കുന്ന എല്ലാ വിശ്വാസികൾക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ എല്ലാ ഘട്ടങ്ങളും മാറിപ്പോട്ടെ, ഭാരങ്ങൾ മാറിപ്പോട്ടെ, കണ്ണുനീരുകൾ മാറിപ്പോട്ടെ, ദുഃഖങ്ങൾ മാറിപ്പോട്ടെ, നിരാശകൾ മാറിപ്പോട്ടെ, കടഭാരങ്ങൾ മാറിപ്പോട്ടെ, മനോഭാരങ്ങൾ മാറിപ്പോട്ടെ, രോഗത്തിൻ്റെ കെട്ടുകൾ മാറിപ്പോട്ടെ, ശാപത്തിൻ്റെ കെട്ടുകൾ മാറിപ്പോട്ടെ, മന്ത്രകെട്ടുകൾ മാറിപ്പോട്ടെ, ക്ഷുദ്രകെട്ടുകൾ മാറിപ്പോട്ടെ, ആഭിചാര കർമ്മം തകരട്ടെ, ലക്ഷ്യം ഉടരട്ടെ, ദേഷ്യന്റെ ചട്ടി തകരട്ടെ, പാവികൾ മാറ്റപ്പെടട്ടെ, രോഗികൾ സൗഖ്യമാവട്ടെ, പിന്മാറ്റക്കാർ മടങ്ങി വരട്ടെ. നന്ദി കർത്താവേ, നന്ദി. ഇതിനകത്തിരിക്കുന്ന ഓരോ വിശ്വാസികളെയും കണ്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവനാമത്തിൽ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പം അവിടെ കൽപ്പിച്ചല്ലോ, ഉൽപ്പത്തി 12:2, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് വലിയൊരു ചാടിയാക്കും, നിന്നെ അനുഗ്രഹിച്ച നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. എല്ലാ ക്യാൻസർ പേഷ്യൻ്റ് സൗഖ്യമാവട്ടെ, എല്ലാ മുഴകളും മാറിപ്പോട്ടെ, എല്ലാ കട്ടികളും മാറിപ്പോട്ടെ, എല്ലാ തൈറോയിഡും മാറിപ്പോട്ടെ, എല്ലാ ഫൈബ്രോയിഡും മാറിപ്പോട്ടെ, എല്ലാ ജന്നിയും മാറിപ്പോട്ടെ, എല്ലാ ഫിറ്റും മാറിപ്പോട്ടെ, നടുവേന മാറിപ്പോട്ടെ, നട്ടലിന് മാറിപ്പോട്ടെ, നെഞ്ചന മാറിപ്പോട്ടെ, ശ്വാസം മുട്ട് മാറിപ്പോട്ടെ, കഫക്കെട്ട് മാറിപ്പോട്ടെ, ക്ഷീണം മാറിപ്പോട്ടെ, തളർച്ച മാറിപ്പോട്ടെ, വെപ്രാളം മാറിപ്പോട്ടെ, പരേഴ്സ് മാറിപ്പോട്ടെ, മുടിവീഴ്ച മാറിപ്പോട്ടെ, ബാക്ക് വേദന മാറിപ്പോട്ടെ, പ്രത്യേകിച്ച് ഷർട്ടിൽ തേയ്മാനങ്ങൾ മാറിപ്പോട്ടെ, ഫൈബ്രോയിഡ് മാറിപ്പോട്ടെ, തൈറോയിഡ് മാറിപ്പോട്ടെ, കഴുരെ ഓപ്പറേഷൻ എല്ലാം മാറ്റിവെക്കട്ടെ. പ്രത്യേകിച്ച് മൃദുല സതീഷ ഗൾഫ് രാജ്യത്താണ്. സതീഷ തൻ്റെ കൈകൾക്കുള്ള വേദന, ക്ഷീണം മറിയപ്പോൾ പെരുപ്പ് മാറി. ന്യൂറോ ഡോക്ടർ ചെക്കപ്പ് ചെയ്തിട്ട് തനിക്ക് ഒരു രോഗം കാണുന്നില്ല എന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്യട്ടെ. ന്യൂറോ ഡോക്ടർ ഇവിടെ വർഷോ ആവശ്യ തച്ചിലൂടെ ഇവിടെ വർഷോ മൃദുല സതീഷിനായി പ്രാർത്ഥിക്കാം. മൃദുല സതീഷിനായി പ്രാർത്ഥിക്കാം. തൻ്റെ ആയുസ്സിന് ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കാം. ദീർഘായുസ്സിനായി പ്രാർത്ഥിക്കാം. ചെക്കപ്പ് നോർമലായിരിക്കട്ടെ. ഡോക്ടർ സർട്ട് ചെയ്യുമ്പോൾ ദിവസമായിട്ടൊന്നും എഴുതല്ലേന്ന് പ്രാർത്ഥിക്കാം. ദിവസമായിട്ടൊന്നും കാണില്ലേന്ന് പ്രാർത്ഥിക്കും. ജോലിയുള്ള സട്ടി ബലാരോഗ്യം അവന് കൊടുക്കുന്നൊപ്പം കളുടെ രോഗത്തിൻ്റെ കെട്ടുകൾ ഇപ്പോൾ മാറിപ്പോട്ടെ, ശാപക്കെട്ടുകൾ മാറിപ്പോട്ടെ, ബിണ്ടനായിട്ട് പവിച്ചതിൻ്റെ കോട്ട തകട്ടെ പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ മക്കൾക്കായി പങ്കാളിക്കാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ കോർപ്പറേഷനായിട്ട് അടി പ്രാർത്ഥിക്കുകയാണ്. ഓരോ പ്രിയപ്പെട്ട മക്കളെ ദൈവനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് രോഗികളായി അരുക്കുന്ന പ്രിയപ്പെട്ടവർക്കടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാ സർജറിയും പൂർണ്ണമായിട്ട് മാറിപ്പെട്ട് പ്രത്യേകിച്ച് കാരോട് സുരേന്ദ്രനായി പ്രാർത്ഥിക്കാം. പവിത്രത്തിനായി പ്രാർത്ഥിക്കാം. ശത്രുവിൻ്റെ പോരാട്ടത്തിനായിട്ട് മാറാൻ പ്രാർത്ഥിക്കാം.
കുമാരിയും അമ്മയ്ക്കായി പ്രാർത്ഥിക്കാം. പ്രീത സുരേന്ദ്രനായി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇവിടെ മക്കൾ, മരുമക്കൾ, കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ആരോഷനായി, അധ്യക്ഷനായി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ആരോഷ ഭാര്യയ്ക്കായി പ്രാർത്ഥിക്കാം. സുമൻ എന്ന മകൻ ശാരീരമായിട്ട് ബലഹീനമായിട്ട് വിഷമത്തിൽ കഴിയാണ്. ഭവനത്തിൽ വിഷമത്തിൽ കഴിയാണ്. ഓപ്പിലായിരുന്നു. നടക്കുന്ന ഡയാലിസിനായി പ്രാർത്ഥിക്കാം. സാമ്പത്തികമായിട്ട് ഏറെ നെരുക്കനുവെക്കുന്ന സുമൻ റസ്നാസറിൻ ഊരമ്പ് പല പ്രാവശ്യം ഡയാലിസിസ് കഴിവുണ്ടായി. തൻ്റെ ശരീരത്തിലെ വെള്ളത്തിൻ്റെ അംശം പൂർണ്ണമായിട്ട് മാറുവാൻ, കിഡ്നിയുടെ പ്രവർത്തനം പൂർണ്ണ നടക്കുവാൻ, കേൾവി, കാഴ്ച, ഓർമ്മ പൂർണ്ണമായിട്ട് മടങ്ങി വരുവാൻ മകൻ പഴാവസ്ഥയിലേക്ക് ഒരുവനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. നിരന്തരം പിശാചുക്കൾ അയച്ചുതന്മാക്കളായിട്ട് ദുഷ്കർമ്മം ചെയ്ത്, ദുർമന്ത്രവാദം ചെയ്ത് ജനങ്ങളെ കൊന്നൊടുക്കുന്ന, നശിപ്പിക്കുന്ന അന്ധകാര ശക്തികളെ ഉടഞ്ഞ, തകർന്ന, എരിഞ്ഞ അഗ്നിക്കിരയായി, തീക്കരയായി അഗാധ പാടത്തിൽ പോകാനായിട്ട് ശബിയായിട്ട് പ്രാർത്ഥിക്കാം. ശബിയായി പ്രാർത്ഥിക്കാം. നിരന്തര പിശാചുക്കൾ അയച്ച് കുടുംബങ്ങളെ പവർക്കുന്ന വ്യക്തികളെ ദൈവം തൂക്കുവാൻ. അവിടെ ശരീരത്തോണ്ട് കയറില്ലേ, പവർത്തോണ്ട് കയറില്ലേ, ഒരു നട്ടവും കെട്ടും അപകടം, ആപത്തും, കണ്ണീരും, മറുപടിയും, മരണവും ഒരു പകട്ടും ആർക്കുണ്ടാവില്ലേന്ന് പ്രാർത്ഥിക്കാം. അവരവർ പ്രാർത്ഥിച്ച് ചെയ്തെടുക്കാം. അവരവർ പ്രാർത്ഥിച്ച് ചെയ്തെടുക്കാം. പിശാചിന്റെ പിടിയുടെ മോചനത്തിനായി ആഗ്രഹിക്കുന്നവർ നിങ്ങൾ പ്രാർത്ഥിച്ചെടുക്കാം. സാപ്പ എന്നെ തൊടല്ലേ, എന്നെ ഭക്ഷിക്കല്ലേ, ശരീരത്തിൽ കയറില്ലേ, എന്നെ തൊടല്ലേ, ഭർത്താവിന് മക്കൾ തൊടല്ലേ, വീട്ടിൽ കയറില്ലേ, അയക്കല്ലേ, ശത്രു അയക്കല്ലേ, 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 അയക്കല്ലേ. നിങ്ങൾ പ്രാർത്ഥിക്കുക. ആവശ്യക്കാർ പ്രതിരോധിക്കുക, പ്രതിരോധിക്കുക. ഓരോ മക്കൾ പ്രതിരോധിക്കുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, കണ്ണീരോടെ പ്രാർത്ഥിക്കുക, നിലവിളിയോടെ പ്രാർത്ഥിക്കുക. ഇന്ന് വൽക്കാലം എല്ലാ ദാക്ഷ്യന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദാക്ഷ്യന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മമാരെ, പപ്പമാരെ, യുവാക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ക്ഷീണരെ ബലം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഫട്ടക്കമൺ നഷ്ടപ്പെട്ട അനാഥകൾക്കായി പ്രാർത്ഥിക്കുകയാണ്. വിടവുകൾക്കായി പ്രാർത്ഥിക്കുകയാണ്. വിറ്റരുടരെയൊക്കെ വലിച്ചെറിഞ്ഞവർക്കായി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന സമയത്ത് ആത്മാർത്ഥമായി അർപ്പണ മനോഭാവത്തോടെ ദൈവത്തിൻ്റെ സങ്കടം വേപ്പിച്ച് കരയാം. ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അവൻ സങ്കടം വേപ്പിച്ച് കരഞ്ഞു. ദൈവം കൽപ്പിച്ചു, നിന്റെ പ്രാർത്ഥന ഞാൻ കണ്ടിരിക്കുന്നു, നിന്റെ കണ്ണീര് ഞാൻ കണ്ടിരിക്കുന്നു, നിലവിളി കേട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്യ 15 വർഷക്കാലം നീട്ടിയിരിക്കുന്നു. 38 വർഷക്കാലം കിടപ്പാടിൻ്റെ മോൻ്റെ അരികിലേക്ക് പോയി ചോദിച്ചത് ഏറിയനായി ഇവിടെ കിടക്കുകയാണ്. 38 വർഷം നിനക്ക് സൗഖ്യം മനസ്സുണ്ടോ? അവരുടെ മറുപടി, ദൂതൻ കുളം കലക്കുമ്പോൾ ഇളക്കം കാട്ടടന്ന മക്കൾ ആദ്യമായിട്ടിറങ്ങി സൗഖ്യം പ്രാപിച്ച് മടങ്ങിപ്പോയി. എന്നെ കുളത്തിനകത്തിറക്കാൻ ആരുമില്ല. ദൈവമേ, യേശുവിൻ്റെ വാക്കിൽ ചട്ടി, നടക്കയിൽ ചട്ടി, നോട്ടത്തിൽ ചട്ടി, തുപ്പലിൽ ചട്ടി, പർച്ചനത്തിൽ ചട്ടി, നടക്കയിൽ ചട്ടി, നിഴലിൽ ചട്ടി, ബത്തൽ ചട്ടി, തുങ്ങലിൽ ചട്ടി, രക്തത്തിൽ ചട്ടി. ആ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെ രക്ഷിക്കുന്നു, നിങ്ങളെ വിടുവിക്കുന്നു, നിങ്ങളെ സംരക്ഷിക്കുന്നു, നിങ്ങളെ പരിപാലിക്കുന്നു, നിങ്ങളെ കരുതുന്നു, നിങ്ങളെ കാക്കുന്നു, നിങ്ങളെ സൂക്ഷിക്കുന്നു. യഹോവയേ, എല്ലാ ദൈവം കരുതിക്കൊള്ളും. ആദ്യം ബന്ധപ്പെട്ട കാണെ കോട്ട പുരുഷനായി പ്രാർത്ഥിക്കാം. കുടുംബാംഗങ്ങൾക്കായി പ്രാർത്ഥിക്കാം. നമ്മുടെ അയൽവാസികൾക്കായും ദേശവാസികൾക്കായി പ്രാർത്ഥിക്കാം. ഇന്ന് സാക്ഷ്യം വരുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കാം. ഓരോ ഞായറാഴ്ച സാക്ഷ്യമൊക്കെ പ്രാർത്ഥിക്കാം. ഞായറാഴ്ച ചെലവേറ്റെടുത്ത മക്കൾക്കായി പ്രാർത്ഥിക്കാം. 2 ചെലവിനായി പ്രാർത്ഥിക്കാം. ഏറ്റ മക്കൾക്കായി പ്രാർത്ഥിക്കാം. സാധുക്കൾ ഓർക്കുന്നവർക്കായി, സഹകരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കായി പ്രാർത്ഥിക്കുകയാണ്. എണ്ണ, വെള്ളം, തേൻ, നാരങ്ങ, ഉലിവെണ്ണ രക്തമായി വീണെ മിണ്ടിച്ച മാറട്ടെ. കാനുവിശാലി വെള്ളം കൊണ്ട് നിറച്ചപ്പോൾ അതിന് മണം, നിറം, ഗുണിച്ചുണ്ടായെങ്കിൽ ഇപ്പോൾ എണ്ണ, വെള്ളം, നാരങ്ങ, ഉലിവെണ്ണ
ഇതിന് മണം, നിറം, ഗുണരിച്ചുണ്ടാകട്ടെ. മുഖസ്ഥാനത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും അല്പം നടക്കട്ടെ, അല്പം നടക്കട്ടെ, അല്പം നടക്കട്ടെ. ഈ മക്കൾ ഇത് കഴിക്കുമ്പോൾ അല്പം നടക്കട്ടെ. ശാപക്കെട്ടുകൾ മാറിപ്പോട്ടെ, രോഗക്കെട്ടുകൾ മാറിപ്പോട്ടെ, രുദ്രക്കെട്ടുകൾ മാറിപ്പോട്ടെ. നന്ദി കർത്താവേ, നന്ദി, നന്ദി കർത്താവേ, നന്ദി. ഇവിടെ നിൽക്കുന്ന എല്ലാ ഡാൻസുമാരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മറ്റെല്ലാ രോഗികളൊക്കെ പ്രാർത്ഥിക്കുന്നു. അതിൽ ബന്ധപ്പെട്ട ആലപ്പിലരിക്കുന്നവർ, ആപ്പിലരിക്കുന്നവർ, പവളത്തിലരിക്കുന്ന എല്ലാ രോഗികളെ പ്രാർത്ഥിക്കുന്നു. ഇതിനുള്ള സമോത്സവൻ്റെ നമ്മുടെ കുട്ടി അപ്പം എറണാകുളം ഒപ്പിലായിരുന്നു. കുഞ്ഞിൻ്റെ എല്ലാ രോഗക്കെട്ട് മാറി, ശാപക്കെട്ട് പൂർണ്ണമായിട്ട് മാറി, ആത്മശാന്തിയും ശരീരസുഖവും രോഷം ഉണ്ടായിട്ടപ്പ എല്ലാ പഠിക്കുന്ന മക്കളൊക്കെ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കഴിവേ അടിയനെ കുടുംബത്തെ പൊടിയോളം താഴ്ത്തി ഏൽപ്പിക്കുന്നു. സാക്ഷ്യമെന്ന മക്കളെ ഒരുക്കും. ഇന്നത്തെ ലേലത്തിനെ പ്രാർത്ഥിക്കുകയാണ്. ശേഖരിക്കുന്ന മക്കൾ, വിളിച്ചു വാങ്ങേണ്ട മക്കൾ ഓരോരുത്തരെയും കണ്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരുടെ അനുഗ്രഹങ്ങളാലും നന്മകളാൽ നിറയ്ക്കും. പ്രാർത്ഥനയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.